ആദ്യം എന്ത് ചെയ്യണം? ഒരു അമ്പലത്തിൽ എന്തിനാ പോകുന്നത്? ഒരു ക്ഷേത്രത്തിൽ എന്തിനാ നമ്മൾ പോകേണ്ടത്? അയ്യോ, നിങ്ങളത് മറക്കരുത്. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത്, എഴുതി വെക്കണേ, ഇതൊക്കെ പഠിക്കണം. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത് ഗുണപരിവർത്തനത്തിനാണ്. എന്താണ് ഗുണപരിവർത്തനം? എന്താ ഗുണപരിവർത്തനം? നമ്മൾ കഴിവും കരുത്തുമുള്ളവരാണ്, പക്ഷേ ഉള്ളിലുള്ള ഗുണങ്ങളാണ് നമ്മളെ കഴിവും കരുത്തും ഇല്ലാതാക്കി മാറ്റുന്നത്. അപ്പൊ ഏതൊക്കെ ഗുണങ്ങളാണ് നമ്മളെ കഴിവും കരുത്തൊക്കെ നഷ്ടപ്പെടുത്തുന്നത്? ഉള്ളിലുള്ള തമോ ഗുണവും, അവർക്ക് പറയൂ, രജോ ഗുണം. അപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെയാ ഗുണപരിവർത്തനം ഉണ്ടാവുക? കൂടെ വന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കിയില്ല. എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെക്കുമ്പോൾ തമോ ഗുണം എന്തായി? തമോ ഗുണം എന്തായി? അപ്പൊ ഒരു അമ്പലത്തിൽ പോയാൽ ഒരു 8 പ്രാവശ്യം കൊണ്ട് പ്രദക്ഷിണം വെക്കുക. കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടൊന്ന് ശീലിപ്പിച്ചു നോക്കൂ. ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാം. ആ കുട്ടി കഴിവുള്ള മിടുക്കനായിട്ടുള്ളൊരു കുട്ടി ഉണ്ടാവും. കഴിവ് വേണം, അറിവ് വേണം, കരുത്ത് വേണം, കരുതൽ വേണം.